ഈ വീഡിയോ കണ്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. മാറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക. അതിനുശേഷം കാലുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഒരു 3 ഫുട്ട് ഡിസ്റ്റൻസ് ഇതുപോലെ കാല് വെച്ചതിന് ശേഷം 1 2 3 ഇതുപോലെ 3 ഫുട്ട് ഡിസ്റ്റൻസ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനത്തിന്റെ ഒരു വേരിയേഷൻ ആണ്. ഇതുപോലെ നിങ്ങൾ നിന്നിട്ട് വലതുകൈ ഉയർത്തി ഇടതുവശത്തേക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം വലതുകൈ അപ്പ് ചെയ്ത് റിലാക്സ് ആവുക. അതിനുശേഷം ശ്വാസം എടുത്ത് ഇടതുകൈ അപ്പ് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ട് വലതുവശത്തോട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുക. ഇനി അപ്പ് ചെയ്യുക, ശ്വാസം എടുത്ത് റിലാക്സ് ആവുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. റൈറ്റ് സൈഡ് ഒരു 5 റൗണ്ട്, അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ഒരു 5 റൗണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നാൽ നമുക്ക് ആരംഭിക്കാം. ആദ്യം മാറ്റി നിൽക്കുക. ഇനി ശ്വാസം എടുത്ത് വലതുകൈ ഉയർത്തുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ആവുന്നത്ര അപ്പ് ചെയ്യുക. ഒരു റൗണ്ട്. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. അപ്പ് ചെയ്യുക. 2 റൗണ്ട്. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. അപ്പ് ചെയ്യുക. 3 റൗണ്ട്. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക. അപ്പ് ചെയ്യുക. 4 റൗണ്ട്. എക്സേൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ആവുന്നത്ര ഇൻഹേൽ അപ്പ് ആൻഡ് റിലാക്സ്. ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ 5 റൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് 5 റൗണ്ട് ചെയ്യാം. ഇൻഹേൽ ലെഫ്റ്റ് ആം അപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇതുപോലെ ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. എക്സേൽ ബെൻഡ് ചെയ്യുക. ഇതുപോലെ ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് ആവുന്നത്ര ബെൻഡ് ചെയ്യാം. ഇൻഹേൽ അപ്പ് 2 റൗണ്ട്. എക്സേൽ ബെൻഡ് ചെയ്യുക. ആവുന്നത്ര ഈ ഹിപ്പ് ശരിക്കും സ്ട്രെച്ച് ചെയ്യണം. ഇൻഹേൽ അപ്പ് 3 റൗണ്ട്. എക്സേൽ ബെൻഡ് ചെയ്യുക മാക്സിമം. ഇത് ഹിപ്പിൽ കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ്. ഇൻഹേൽ അപ്പ് 4 റൗണ്ട്. 5ാമത്തെ റൗണ്ട്. എക്സേൽ ബെൻഡ് ചെയ്യുക മാക്സിമം. ഇൻഹേൽ അപ്പ്. അതിനുശേഷം കൈ സ്ട്രെച്ച് ചെയ്ത് ഇടത് കൈ കൂടി റിലാക്സ് ആവുക. അതിനുശേഷം നിങ്ങൾക്ക് കാലടുപ്പിച്ച് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 റൗണ്ട് കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പ് അകറ്റാനും വയറിലെ പേശികളെ ദൃഢപ്പെടുത്താനുമുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ കാല് രണ്ടും ഇതുപോലെ മടക്കി വെക്കുക. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇനി 2 കൈകളും ഉയർത്തുക. ശ്വാസം എടുക്കുക ഉള്ളിലേക്ക്. അതിനുശേഷം ഹെഡും ചെസ്റ്റും അപ്പ് ചെയ്യുക. ശ്വാസം വിടുക അപ്പ് ചെയ്യുന്ന സമയത്ത്. ഇനി ഹെഡ് ഡൗൺ ചെയ്യുക, ചെസ്റ്റ് ഡൗൺ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 10 റൗണ്ട് ചെയ്യാം. നിങ്ങൾ ടയേർഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിലാക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇതുപോലെ കാല് ചേർത്ത് വെക്കുക. മുട്ടുകാല് ഓപ്പൺ ചെയ്യുക. 2 കൈയും അപ്പ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ആൻഡ് ഡൗൺ. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. 2 റൗണ്ടായി. അപ്പ് ആൻഡ് എക്സേൽ, സ്റ്റേ ദേർ, ഡൗൺ ചെയ്യുക. ഇപ്പൊ 3 റൗണ്ടായി. ഇൻഹേൽ ആൻഡ് അപ്പ്, എക്സേൽ, ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. അപ്പ് മാക്സിമം, സ്റ്റേ ചെയ്യുക ആൻഡ് ഡൗൺ. നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ കൈകൾ രണ്ടും തലയിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ. ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഡൗൺ. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ. 7ാമത്തെ റൗണ്ട്. ഡൗൺ. 8ാമത്തെ റൗണ്ട്. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ. മാക്സിമം ടൈം ഹോൾഡ് ചെയ്യുക. ഡൗൺ. 9ാമത്തെ റൗണ്ട്. ഇൻഹേൽ
up and exhale down. ഇനി 10ാമത്തെ റൗണ്ട്. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ. സ്റ്റേ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ടൈം ഒന്ന് സ്റ്റേ ചെയ്യുക. അത് നിങ്ങളുടെ കോർ മസിൽസിന് വളരെ നല്ലതാണ്. ഡൗൺ. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5 റൗണ്ട് കൂടി ചെയ്യാൻ നോക്കുക. പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഇതുപോലെ മാറ്റിൽ കിടന്ന് നന്നായിട്ട് ഡീപ് ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യാം.